അതെ മണി, ഇത് ഒരു മാസം നിന്നോ ഈ ഗ്യാസ്? ഒരു മാസമല്ല, അതിൽ കൂടുതലായേ. 35 ദിവസത്തെ കൂടുതൽ കിട്ടി. 35 ദിവസം നിന്നോ? പക്ഷെ എന്നാലേ ഗ്യാസിന് ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോന്ന് ചെയ്യും? കഞ്ഞി പിടിച്ച് ജീവിക്കണ്ടേ? നീ വിട്ടോ. എടി, ഗ്യാസിന് വില കൂടുമ്പോ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. പെട്രോൾ ഡീസലും എല്ലാത്തിലും വില കൂടുന്നുണ്ട്. പക്ഷെ വീട്ടമ്മമാർ അറിയുന്നത് ഗ്യാസിന്റെ വില കൂടുമ്പോഴാണ്. വണ്ടിയും കാറൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാലോ, കഞ്ഞിയോടി നിർത്താൻ പറ്റൂലല്ലോ. അല്ല, ഈ ഗ്യാസിനെക്കാളും ഒക്കെ വില കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ സംവിധാനം കണ്ടുപിടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? ഉണ്ടല്ലോ. എന്തോ വിറക് വെച്ച് കത്തിക്കണം. ഇവിടെ ഇഷ്ടം പോലെ കിടപ്പില്ലേ? വിറകാ ഇന്നത്തെ കാലത്താ? എടി, വിറക് ഉപയോഗിച്ചല്ലേ ചെലവും കുറവാണ്, അതുപോലെ തന്നെ ഭക്ഷണത്തിന് നല്ല രുചിയും ഉണ്ടാവും. അറിയാമോ? പക്ഷേ ഇന്നത്തെ കാലത്തെ ഈ വിറകടുപ്പിലെ കരിയും പുകയും കൊണ്ടൊക്കെ ആര് കുക്ക് ചെയ്യാൻ പോവാണ്? നമുക്ക് കാര്യങ്ങളൊക്കെ മറ്റേ എളുപ്പത്തിൽ നടക്കണ്ടേ? ഇതാ പ്രശ്നം. അപ്പൊ പിന്നെ ഗ്യാസിന് വില കൂടിയ കാര്യം പറയരുത്, മനസ്സിലായില്ലേ? ഞാൻ പിടിച്ചോളാം. നീ വിട്ടോ. ഗ്യാസിന് വില കൂടിയ കാര്യം മാത്രം പറയല്ലേ. പിന്നെ ഒരു കാര്യം, ഈ ഗ്യാസിന് വില കൂടിയാലും എന്തൊക്കെ സംഭവിച്ചാലും അവസാനം ഞങ്ങൾ തന്നെ അനുഭവിക്കണമല്ലോ ഇതൊക്കെ പൈസ ചെലവാക്കേണ്ടത്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പോയി ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി പാടുപെടുന്ന ഭർത്താക്കന്മാര്. ഓ, നിങ്ങൾ അപ്പൊ രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ എണീച്ച് നടന്നോ? രാവിലെ ഉറക്കം എണീക്കുന്നതിന് മുന്നേ എണീച്ച് അടുക്കളയിൽ കയറി ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി, ആ ഉണ്ടാക്കിയ ഭക്ഷണം മക്കളെയും ഭർത്താക്കന്മാരെ ഊട്ടി, അത് കഴിഞ്ഞ് അത് ടിഫിൻ പാക്ക് ചെയ്ത് അയച്ച് വീട്ടിലെ ഓരോ പണിയും ചെയ്ത് രാവിലെ എണീച്ച നേരം തൊട്ട് കിടക്കുന്നവരെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്ന ഞങ്ങളുടെ പണിയൊന്നും ജോലി അല്ലായിരിക്കും അല്ലേ? നീ ഇത്ര പറയാൻ ഞാൻ ഇവിടെ എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ ജോലിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ ജോലിയായിട്ടല്ല കണക്കാക്കുന്നത്, നമ്മുടെ കടമയായിട്ടാണ് കണക്കാക്കുന്നത്. അതൊക്കെ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇനിയിപ്പൊ ജോലിയായി കണക്കാക്കി ആരെങ്കിലും മുതലെടുക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ കണക്ക് പറഞ്ഞ് ശമ്പളം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് അറിയാം. രവിയേട്ടാ, മണി, എല്ലാവർക്കും ആഗ്രഹമുണ്ട് മണി റെസ്റ്റ് എടുക്കണമെന്നും മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങണമെന്നും ഒക്കെ, മനസ്സിലായില്ലേ? നീ ആലോചിച്ച് നോക്ക്, ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സ്ട്രെസ് ഒക്കെ അനുഭവിച്ച് അധ്വാനിച്ച് വീട്ടില് കാശ് കൊണ്ടുവരണം. ഞങ്ങൾക്ക് വെളിയിറങ്ങുമ്പോഴേക്കും ആഹാരമൊക്കെ നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കാനൊക്കെ അറിയാം, ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കറങ്ങി നടക്കാനൊക്കെ അറിയാം. ഞങ്ങൾ അതൊന്നും ചെയ്യാറില്ലല്ലോ. എന്താണ് ഭാര്യയുടെ മക്കളുടെ മുഖം ഓർമ്മ വരും, മനസ്സിലായ? അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത്, ഈ കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തം തന്നെയാണ്. ആണല്ലോ, സമ്മതിച്ചേ. ഇത്രയും ഞാനും ഉദ്ദേശിച്ചുള്ളൂ. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായി, ക്ലിയർ ആയിട്ട്. എനിക്കറിയാം. നീ കത്തിച്ചു നോക്ക്. ലൈറ്റർ അവിടെ മോളിൽ ഇരിക്കെടുത്തോ, ഓൺ ചെയ്തോ? കത്തിച്ചു നോക്ക്. ഓക്കെ അല്ലേ? അതെ, ഒരു കാര്യം പറയട്ടെ. ഇന്നിപ്പോ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഒരുപാട് ലേറ്റ് ആവും. കഞ്ഞിയും പയറും ആക്കാം. ഒരുമിച്ചുണ്ടാക്കട്ടെ, അരിയും പയറും കൂടെ ഒരുമിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടൊന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒരുമിച്ച് ഉണ്ടാക്കി അടിപൊളിയായിരിക്കും. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. അത് ഞാൻ ഉണ്ടാക്കാം. പിന്നെ മണി, പിള്ളേർക്ക് അത് മതിയോ? പിള്ളേർക്ക് അത് മതി. കഴിച്ചില്ലെങ്കിലേ പട്ടിണി കിടന്നിട്ട് ഒരു കുഴപ്പമില്ല. അച്ഛാ, അച്ഛൻ എവിടെ ഇരിക്കായിരുന്നോ? എന്താ അച്ഛനോട് ഇരിക്കാൻ പാടില്ലേ? അയ്യോ, അച്ഛൻ എവിടെ വേണോ ഇരിക്കാൻ. അതെ, അപ്പച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ ഫോണില് കിട്ടുന്നില്ല. കിട്ടുന്നില്ലേ? എന്റെ ഫോൺ അവിടെ ഉണ്ടല്ലോ. എന്തിനാ വിളിച്ചേ? അതൊന്നും എനിക്കറിയില്ല, എന്നോട് പറഞ്ഞില്ല. അവൾ എന്തിനാ വിളിച്ചതെന്ന് ഇവളോടാണോ ചോദിക്കുന്നത്? ചിന്നുനെ വിളിച്ചു ചോദിക്കേ. ചെല്ല്. എന്താണോ എന്തോ. അമ്മ, ചോറായോ? ചോറായി, ചിക്കൻ കറിയായി, ബീഫ് ഉലർത്തിയതായി, പുളിശ്ശേരി ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്. ഉരുട്ടി തരട്ടെ? അമ്മ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, അതന്നെ ആക്കിയതാണോ? നിനക്ക് എന്ത് തോന്നി? ആക്കിയതായിട്ട് തോന്നിയല്ലേ? എടി, രാവിലെ ഗ്യാസ് തീർന്നിട്ടേ ഇപ്പോഴാണ് സിലിണ്ടർ കിട്ടിയത്, ഇപ്പൊ എടുത്ത് വച്ചതേ ഉള്ളൂ. നിനക്കൊന്നും പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. സമയങ്ങളിൽ വന്ന് ചോദിക്കാറിയാം. അമ്മാ ചോറ്, അമ്മാ ചായ, അമ്മാ ബദാം, പാല്, ഇങ്ങനെ പറയും. പന പോലെ വളർന്നു കെട്ടിച്ചുവിടാണ്ട പ്രായമായല്ലോ. ഒരു ഉത്തരവാദിത്വം ഇല്ല രണ്ടെണ്ണത്തിന്. അമ്മേരെ മൂഡ് ശരിയല്ല, ഞാൻ പിന്നെ വരാം. അമ്മ, ഇവിടെ ആരാ കെട്ടിക്കാൻ പോണേ? എന്നെ? അമ്മയെ കെട്ടിക്കാൻ. നിനക്കുള്ള പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? സന്തോഷമേ ഉള്ളൂ. ശരി, സന്തോഷിച്ചോ. അമ്മേരെ മൂഡ് ശരിയല്ല, നീ വാ. മൂഡ് ശരിയല്ലേ? അമ്മ, കൂൾ ഡൗൺ. വാ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.